ഗായ്സ് ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഞാൻ എൻ്റെ വീട്ടിൽ പോവാണ്. ശ്യാമ ഓഫീസിൽ പോയിട്ട് അതുവഴി നാട്ടിൽ പോവും. അതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് ശ്യാമ റിട്ടേൺ ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് രാവിലെ പോവാണ്. ഫുഡ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഓട്സും മുട്ടയും കഴിക്കാൻ വിചാരിച്ചു. ഉച്ചയ്ക്ക് ശ്യാമ പുറത്തുനിന്ന് കഴിക്കും, ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് കഴിക്കും. അപ്പോൾ പോകാനുള്ള കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ബ്രേക്ക്ഫാസ്റ്റും കൂടെ കഴിച്ചാൽ മതി. ഞങ്ങൾ ഓൾമോസ്റ്റ് റെഡിയായി നിൽക്കുകയാണ്. പോവാട് കെട്ടും പാട്ടൊക്കെ കുറേ പാത്രം ഉണ്ടാവും. അവിടെ നിന്ന് വരുമ്പോൾ കുറേ ലോഡ് സാധനങ്ങളായിട്ടാണല്ലോ വരുള്ളൂ. തിരിച്ചിവിടെ നിന്ന് പോകുമ്പോൾ പാത്രം മാത്രമേ ഉള്ളൂ കേട്ടോ. നമ്മൾ ഇറങ്ങട്ടെ. 9 മണിയായി. വെയിൽ വരണേ ഉള്ളൂ ഇന്ന്. സ്കൂള് ശരി ഗൈസ്, അവിടെ എത്തിയിട്ട് കാണാം. വീട്ടിലെത്തി. ഇവിടെ വന്നാൽ എനിക്ക് നല്ല ബോറടിയാണ്. പക്ഷെ പണിയുള്ളതുകൊണ്ട് കുഴപ്പമില്ല. കുറച്ച് പണിയുണ്ട് ചെയ്യാൻ വേണ്ടി. പിന്നെ അതേ ഞാനൊരു ബുക്കൊക്കെ വായിക്കാൻ വിചാരിച്ചു, മേടിച്ചിട്ടുണ്ട് ദിയയുടെ അടുത്തുനിന്ന്. അപ്പോൾ നമുക്ക് ആ കാര്യങ്ങളൊക്കെ ചെയ്ത് ഇങ്ങനെ ഇരിക്കാം. ഡേയ്സ് ആയതുകൊണ്ടാട്ടോ ബോറടി. അല്ലെങ്കിൽ ഇവിടെ വന്നാൽ ബോറടിയേ ഇല്ല. വീട്ടിലുണ്ടാവലേ ഉണ്ടാവില്ല. എവിടെയെങ്കിലൊക്കെ ഇങ്ങനെ തെണ്ടി കിടപ്പാണ്. ഇന്ന് വർക്കിംഗ് ഡേയ്സ് ആയതുകൊണ്ടാണ് ഇവിടെ മൊത്തം ഏരിയ ഫുള്ളേ സൈലൻ്റാണ്. സാധാ ഇങ്ങനെയല്ല കേട്ടോ. അങ്ങനത്തെ കുറച്ച് പണിയൊക്കെ ഉണ്ടായി, അതൊക്കെ ചെയ്തു. പിന്നെ കുറച്ച് എഡിറ്റിംഗ് ഉണ്ടായി, അപ്പോൾ കൂടെ അതും ചെയ്തു. പിന്നെ ബോറടിച്ചപ്പോൾ കുറച്ച് നേരം ബുക്കൊക്കെ വായിച്ചു. ബുക്ക് ഞാൻ പുതിയതായിട്ട് തുടങ്ങിയൊരു ശീലമാട്ടോ. ഇനി അത് കണ്ടിന്യൂസ്ലി കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ടാണ് നിൽക്കണേ. ദിവസം ഒരു 3 പേജൊക്കെ വെച്ച് വായിച്ചാൽ മതിയല്ലോ. അങ്ങനെയാണ് എൻ്റെ പ്ലാന്. അപ്പോൾ കുറച്ചൊരു 3 പേജ് അങ്ങോട്ട് വായിച്ചു കേട്ടോ. വർക്ക് ചെയ്യണ എൻ്റെ ഇടയിൽ വിശന്നു കേട്ടോ. ഒരു രാവിലെ ഓട്സൊക്കെ കഴിച്ചതാണ്. എന്നാൽ കൂടെ ഒരു വിശപ്പ് വന്നപ്പോൾ ഞാൻ ആപ്പിൾ കഴിക്കാൻ വിചാരിച്ച് അടുക്കളയിൽ പോയി ആപ്പിളൊക്കെ ചെത്തിയിട്ടാ. ഒരു ദിവസം ഒരു ഫ്രൂട്ട്സ് എങ്കിലും ഞാൻ കഴിക്കാറുണ്ട് കേട്ടോ. ഇപ്പം മാങ്ങയായാലും, ഇപ്പം മാങ്ങ സീസണായ സമയത്ത് മാങ്ങയാണ് കഴിച്ചത്. ഇപ്പം ആപ്പിൾ ഉള്ളതുകൊണ്ട് ആപ്പിൾ കഴിച്ചു. അത് എവിടെയായാലും ഞാൻ ഒരു ഫ്രൂട്ട്സ് എങ്കിലും ഒരു ദിവസം കഴിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ മുറ്റത്ത് ഫുള്ള് മേളിൽ നിന്ന് ഇങ്ങനെ കുറേ മരത്തിൻ്റെ കൊമ്പുകൾ വീഴാട്ടോ. നോക്കുമ്പോൾ എന്താ മേളിൽ കുറേ കാക്കകൾ കൂട് കൂട്ടിയതാട്ടോ. അത് അവിടെ നിന്ന് തട്ടി ഓരോന്ന് താഴത്തേക്ക് ഇടും. അങ്ങനെ ഏകദേശം ഒരു 1 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ചിക്കൻ വറുക്കാമെന്ന് വിചാരിച്ചു. ചിക്കൻ വറുക്കാൻ വെച്ചു. പിന്നെ ഇന്നലത്തെ ചിക്കൻ കറി ഉണ്ടായിട്ടോ, അതും കൂടെ ചൂടാക്കി. അപ്പോൾ ഇതേ ചോറ് ഞാൻ വിചാരിച്ച് ചോറെടുത്തതാണ്. ചോറുണ്ട്, കുമ്പളങ്ങക്കറി ഉണ്ട്, ചിക്കൻ കറി ഉണ്ട്, ചിക്കൻ വറുത്തതും ഉണ്ടായി. പിന്നെ ഒരു ഉപ്പേരി ഉണ്ട്. നേരമായി, സമയം ഒരു 5 മണിയായിട്ടുണ്ട്. നമുക്കൊരു ഗ്ലാസ് ചായയൊക്കെ കുടിക്കാം. ഉച്ചയ്ക്ക് ശേഷം പണി ഉണ്ടായിരുന്നു. അപ്പോൾ പണി ചെയ്യായിരുന്നു. ആ ക്ലിപ്പ് ഞാൻ ആഡ് ചെയ്തിട്ടില്ല. നിങ്ങളെപ്പോഴും കാണിക്കുമ്പോൾ നിങ്ങൾക്കതൊരു ബോറടിച്ചാലോ വിചാരിച്ചിട്ടാണ് കാണിക്കാണ്ടിരുന്നത്. പിന്നെ അച്ഛൻ എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കപ്പലണ്ടി വറുത്ത കഥ പറയുകയാണ് അച്ഛൻ. സോറി, കപ്പലണ്ടി അല്ലായിരുന്നു തന്നത്, ബദാമായിരുന്നു. ബദാം ഇങ്ങനെ വറുത്ത സാധനമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വേറെ ടേസ്റ്റ് ഉണ്ടായി. അപ്പോൾ ഞാനത് ചോദിക്കുകയായിരുന്നു. അപ്പോൾ അച്ഛൻ അതിനെപ്പറ്റി ഇങ്ങനെ പറയുക, പണ്ടത്തെ കഥ, പണ്ട് വറുത്തിരുന്ന കഥകളൊക്കെ പറയുമായിരുന്നു. അപ്പോൾ ന്യൂസും ഉണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ ന്യൂസും കാണുന്നുണ്ട്. അപ്പം അച്ഛൻ ന്യൂസും കാണും, എൻ്റെ അടുത്ത് ഒന്ന് സംസാരിക്കുകയും ചെയ്യും കേട്ടോ. ചായ വറുത്തതാണ് ഉണ്ടായത് ചായയുടെ കൂടെ, വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ കൂടെ അച്ഛനും ഉണ്ട് കേട്ടോ. അച്ഛൻ അവിടെ നിന്ന് സംസാരിക്കണം, ഓരോന്ന് കാണിക്കലൊക്കെ ഉണ്ട്. അച്ഛൻ ക്യാമറയുടെ മുന്നിൽ അങ്ങനെ വരാറില്ല. നേരത്തെ അറിയാണ്ട് പെട്ടുപോയതാണ്. അപ്പം ഞാൻ ചായ കുടിച്ച് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഈ ചെടിച്ചട്ടിയൊക്കെ അഴുക്ക് പിടിച്ചിരിക്കണേ. എന്നാൽ അതൊക്കെ ഒന്ന് തുടയ്ക്കാലോ വിചാരിച്ചിട്ട് തുടയ്ക്കുകയാണ്. എനിക്കിഷ്ടമാട്ടോ ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ. പക്ഷെ നമുക്ക് ഇവിടെ ചെടി നടാനുള്ള വലിയ സൗകര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഉള്ള സൗകര്യത്തിന് അമ്മ അവിടെ കുറേ ഇവിടെ എന്തൊക്കെയോ നട്ടു വെച്ചിട്ടുണ്ട്. എനിക്കും ഇഷ്ടമാണ്, അമ്മയ്ക്കും ഇഷ്ടമാണ്. പിന്നെ ഇതൊക്കെ ഞാൻ നട്ടു വെച്ചതാട്ടോ, കല്യാണത്തിന് മുന്നേ ചെയ്ത കാര്യങ്ങളാണ്. പിന്നെ അമ്മയും ചെയ്യും. അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കിട്ടണ ചെടികൾ ഫുള്ള് കൊണ്ടേ അവിടെ ഇവിടെ നടും. പിന്നെ ഞങ്ങൾക്ക് ഇവിടെ ഒത്തിരി സ്ഥലമില്ല ചെടി നടാൻ വേണ്ടിയിട്ട്. ഉള്ള സ്ഥലത്തൊക്കെ അമ്മ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നട്ടു വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ലോക്ക്ഡൗൺ സമയത്തൊക്കെ ഞാൻ എപ്പോഴും കറ്റാർവാഴ കൊണ്ടേ നടുവായിരുന്നു. ഒന്നും പിടിക്കില്ലായിരുന്നു. ലാസ്റ്റ് ഞാൻ കല്യാണം കഴിഞ്ഞ് പോയപ്പോൾ ഒരു കറ്റാർവാഴ പിടിച്ചു. പിന്നെ ഈ ചെടി കണ്ടപ്പോൾ എന്താ ഓർമ്മ വന്നതെന്നറിയാവോ? പണ്ട് ട്യൂഷൻ ക്ലാസ്സിൽ പോകുമ്പോൾ അവിടുത്തെ പിള്ളേർ പറഞ്ഞു തന്നതാണ്. ഇയർബഡ്സ് ആക്കി ഇത് യൂസ് ചെയ്യുമല്ലോ. ഈ ചെടി ഇങ്ങനെ പറിച്ചിട്ട് ഇതിൻ്റെ തുമ്പ് വെളുത്താണല്ലോ ഇരിക്കണേ. അതിനകത്തൊരു വെള്ളമുണ്ട്. ആ വെള്ളം റിമൂവ് ചെയ്തിട്ട് ഇത് ചെവിയിലിടും. പണ്ടൊക്കെ എന്തൊക്കെ പൊട്ടത്തരങ്ങളാണ് കാണിച്ചുകൊണ്ടിരുന്നതെന്നറിയാവോ? ഇതിൻ്റെ പേരെനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ സെർച്ച് ചെയ്തപ്പോൾ കണ്ടത് വള്ളി മത്തങ്ങ, അങ്ങനെയാണ് ഈ ചെടിയുടെ പേരട്ടോ. പിന്നെ അതേ ഓണായപ്പോൾ അതേ നമ്മുടെ കാശിത്തുമ്പൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. അവിടെ എവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ ദിയുടെ അടുത്തേക്ക് വന്ന്. പക്ഷേ ദി ഓൺ ദ വേ ആണ്, ഓഫീസിൽ നിന്ന് എത്തിയിട്ടില്ല.
അപ്പം ഞാനിവിടെ ഗിനിപ്പന്നീനെ കാണാൻ വേണ്ടി വന്നതാ. ദിയയുടെ വീട്ടിലൊരു ഗിനിപ്പന്നി ഉണ്ട്, അതിനെ കാണാൻ വേണ്ടി വന്നതാ കേട്ടോ. ചെടിയൊക്കെ മേടിച്ചുകൊണ്ട് പോവാട്ടോ. നല്ല ഭംഗിയില്ലേ ഇതിങ്ങനെ, ഇത് നല്ല ഭംഗിയിൽ ഇങ്ങനെ നിന്നതാ. വെട്ടിക്കളഞ്ഞല്ലേ? എന്താടോ നിങ്ങൾ മേളിൽ പോയി ഡ്രാഗൺ ഫ്രൂട്ടും പാഷൻ ഫ്രൂട്ടും ഒക്കെ ഉണ്ട്. സർപ്രൈസ് ആക്കിയതാ തന്നെ. ഞാൻ എന്റെ ഒച്ച അതിനൂടെ കേട്ടല്ലോ. ഞാൻ സിസിന്ന് വിളിച്ചല്ലേ വന്നേ. പക്ഷേ വന്നിട്ടുണ്ട് ഈ വീടിന്റെ. എന്താ തീയ മാറ്റം? പാവ ചേട്ടൻ രാവിലെ തൊട്ട് പണിയെടുക്കണം. നല്ല അടിപൊളിയായല്ലേ പറമ്പൊക്കെ. ഇന്ന് ഒരു ചേട്ടൻ വന്ന് ഇവിടെയൊക്കെ ക്ലീൻ ചെയ്തു. അതാണ് ഈ പറയണത്. ചെളിമണ്ണ ഓ മറ്റേ മുതലാളിമാര് നോക്കൂലേ, തട്ടി തടഞ്ഞ് വീഴല്ലേ. ഒക്കെ വൃത്തിയായി. ആ ചേട്ടൻ വന്ന് വൃത്തിയാക്കി. എടോ എന്തിനാ നമ്മളിവിടെ വന്നത് കേട്ടോ? എന്തിനാ വന്നേ? ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടായിരുന്നു. അതെവിടേക്കൊക്കെ മാറ്റിയല്ലോ. ആ മുല്ല അവിടെ ആയിരുന്നില്ലേ? മുല്ല അന്നപ്പോ അവിടെ ആയിരുന്നു, ഇവിടേക്കാക്കി. ഈ മണി പ്ലാന്റ് എനിക്ക് കൊണ്ടുപോകാൻ വേണം കേട്ടോ വീട്ടില്. ഡ്രാഗൺ ഫ്രൂട്ട് എവിടെടാ? ഇത് പാഷൻ ഫ്രൂട്ട്. പാഷൻ ഫ്രൂട്ട് ഞാൻ കണ്ടായിരുന്നു. ആ റോസ് കൊള്ളാം. ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടാവുന്നുണ്ട് കേട്ടോ. ഇവിടെ മരുന്ന് കഞ്ഞി കുടിക്കാണ്. കർക്കിടകത്തിൽ ഉണ്ടാക്കുന്ന മരുന്ന് കഞ്ഞി. അതിനെന്താ പറയണ? കർക്കിടക കഞ്ഞിന്നോ? ഉണ്ടാവും പോലെ പാത്രത്തിലാ കുടിക്കണം. തേങ്ങാപ്പാലെന്ന് നമ്മൾ സർക്കിൾ ഇട്ടില്ല. എല്ലാവരും ഉപ്പ് നെയ്യൂട്ട വയ്ക്കണം, ഉപ്പിട്ട് വയ്ക്കണം. ഞങ്ങൾ 3 പേരും, ഞാനും അമ്മയും രഞ്ജുവും കൂടെ മരുന്ന് കഞ്ഞി കുടിക്കുകയായിരുന്നു. അച്ഛൻ ഇവിടെ കാര്യമായിട്ട് ഇതേ TV കാണുന്നുണ്ട്. ഇനി ഇത് കഴിച്ചാൽ വലിയ വിശപ്പ് ഉണ്ടാവുമെന്ന് തോന്നണില്ല. ഇത് മാത്രം മതി രാത്രി. പിന്നെ നമ്മുടെ വീട്ടിൽ വേറൊരാളും കൂടെ ഉണ്ട്, ഈ ഒരു തത്ത. ഭയങ്കര ഒച്ചപ്പാടും ബഹളവാട്ടോ. അഴിച്ചു വിടാൻ പറ്റില്ല. അവിടെ കൂട്ടിക്ക് അത് കൊത്തു എൻ്റെ തലയിൽ വന്നിരിക്കുവേ എപ്പോഴും. അതെ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനും അമ്മയും കൂടെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതിരുന്ന് കാണായിരുന്നു കേട്ടോ. സ്കൂളിലൊക്കെ കഴിഞ്ഞു. ഫുഡ് മറ്റേ കഞ്ഞി കുടിച്ചതാണ്, വേറൊന്നും കഴിക്കാൻ തോന്നുന്നില്ല, വിശക്കുന്നില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ നമുക്ക് സമയമായി. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.